ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിൽ വളരെ പൈതൃകം പേറുന്ന ഒരു ടൗൺ, അതിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബീച്ചിന്റെ മുന്നിൽ തന്നെയാണ് ഞാനുള്ളത്. ബീച്ചിലെ കാഴ്ചകളൊക്കെ അതിങ്ങനെ ഭംഗിയായി തന്നെ നിൽക്കുന്നു. ഒരുപാട് വാർത്തകളുള്ള ദിവസം. ഇപ്പോൾ രഞ്ജിനി വായിച്ച് കേട്ടതെല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ വാർത്താ ദിനത്തിൽ നമ്മൾ പ്രധാന വാർത്തകളായി എത്തുമ്പോൾ നമ്മൾ പക്ഷെ ചില നല്ല കാഴ്ചകളുമായിട്ടൊക്കെ ഇന്ന് രാവിലെ തന്നെ സജീവമാകാൻ പോവുകയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. ഫോർട്ട് കൊച്ചിയിലെ ഈ കാഴ്ചകളിലേക്ക് എത്തുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ട കാഴ്ച തൊട്ടു മുമ്പാണ്. ഒരു പ്രാവ് ഈ ആലിൽ പട്ടത്തിൽ നിന്ന് തൂങ്ങിപ്പോയി. ആ പട്ടത്തിൽ തൂങ്ങി അത് കെട്ടി എന്താ പറയുക കുടുങ്ങി കിടക്കുകയായിരുന്നു. ഇവിടെയുള്ള നല്ല ചേട്ടന്മാർ വന്ന് ആ പ്രാവിനെയൊക്കെ രക്ഷപ്പെടുത്തി. അങ്ങനെ ഒരു പോസിറ്റീവ് വൈബോട് കൂടിയാണ് മോർണിംഗ് വൈബ്സും നമ്മളിവിടെ കാഴ്ചകളോടി ആരംഭിക്കുന്നത്. ആ ചേട്ടന്മാർ ഇവിടെ നമ്മുടെ ഇവിടെ ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ക്ലബ്ബ് ഉണ്ട്, ബീച്ച് ഹെൽത്ത് ക്ലബ്ബ്. ആ ബീച്ച് ഹെൽത്ത് ക്ലബ്ബിലെ ആളുകളൊക്കെ തന്നെയായിരുന്നു. അവർ രാവിലെ തന്നെ അന്ന് സജീവമായി അതിന്റെ ഭാഗമാകുന്നു. ആരോഗ്യ സംരക്ഷണം, ഒപ്പം ഇതുപോലെ ചില്ലറ സന്തോഷകരമായിട്ടുള്ള കാഴ്ചകൾ ഒക്കെ ഉണ്ട്. നമുക്ക് കാണാം ഒരുപാട് പേര് ഇവിടെ വന്ന് രാവിലെ തന്നെ വ്യായാമമൊക്കെ ചെയ്ത് വളരെ ഫിറ്റ്നസ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിൽ പ്രായമേറിയവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ സംഭവം വളരെ സജീവമാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഇതിന്റെ ഇടയിൽ ഇവരോട് പോയി സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ സംശയം. കുഴപ്പമില്ല, എന്താണെങ്കിലും ഞാൻ നമ്മുടെ ഇവിടുത്തെ ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ചേട്ടനെന്ന് തോന്നുന്നു. ചേട്ടനല്ലേ? ഗുഡ് മോർണിംഗ് ചേട്ടാ. നമ്മൾ മോർണിംഗ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് 18ന്റെ മോർണിംഗ് ഷോ ആണ്, അപ്പൊ ലൈവ് ആണ്. അപ്പൊ ഇതെങ്ങനെ ഈ ബീച്ച് ഹെൽത്ത് ക്ലബ് സജീവമാണ് എല്ലാ ദിവസവും ഇതുപോലെ? എല്ലാ ദിവസവും സജീവമാണ്. രാവിലെ 6 മണിക്ക് തന്നെ ഇത് ഓപ്പൺ ആവും. 6 മണി മുതൽ 9 മണി വരെയാണ് ഇത് നമ്മളുടെ വർക്കൗട്ടൊക്കെ നടക്കുന്നത്. 7 വർഷമായിട്ട് നമ്മളിത് തുടങ്ങി. ഇത് എത്ര മണി വരെ ഉണ്ട്? 9-9:30 വരെയൊക്കെ ഉണ്ടാവും. അത്ര ഏത് സമയം വരെ ഇവിടെ ആളുകൾ ഉണ്ടാവും. അതുവരെ നമ്മളിവിടെ ഓപ്പൺ ആയിരിക്കും. പ്രത്യേകിച്ച് മാസവരികളോ ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സൗജന്യമായിട്ട് കളിക്കാനുള്ള സൗജന്യമാണ്. അതെ, പ്രത്യേകിച്ച് മാസവരികളോ കാര്യങ്ങളില്ല. ഈ സംവിധാനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ ആരാണ് വാങ്ങിയത്? മെയിൻ ആയിട്ട് നമ്മുടെ ഒരു സ്പോൺസറാണ്. നമ്മുടെ വിദേശിയാണോ? ഓക്കെ. ഹലോ റാഫ്. ഹലോ റാഫ്. Good morning. Morning. Where are you from? Yeah, I'm from Germany. So you have been staying in? But I have no time. My Farzin is waiting For what? I mean, for training. okay. So training in massaging. Also. കൊച്ചിന് വേണ്ടി ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട് രാവിലെ. അതിന്റെ ടൈമാണ്, അതാണ് അതിന്റെ സാഹചര്യം പുള്ളി ചെയ്യുന്നതാണോ? അദ്ദേഹമാണോ ചെയ്യുന്നത്? ഓക്കെ. എന്നാലും ഈ റാഫിന്റെ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനിപ്പോ രാവിലെ വന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ബീച്ചിലെ വേസ്റ്റ്, ബീച്ചിലെ കുപ്പി, പ്ലാസ്റ്റിക് എല്ലാം അദ്ദേഹം ക്ലീൻ ചെയ്ത് ഒരു ബാഗേജിലാക്കി മാറ്റുകയായിരുന്നു. നമ്മൾ തുടങ്ങുന്നത് 7 മണി ആയതുകൊണ്ടാണ്. അതിന് മുമ്പായിരുന്നെങ്കിൽ ആ കാഴ്ച തത്സമയം കാണിക്കാൻ കഴിയുമായിരുന്നു. എന്നാലും ജർമ്മൻകാരനാണ് അദ്ദേഹം. 6 മണിക്ക് വരും. ഈ ദീർഘനാളായിട്ട് പുള്ളി കൊച്ചിയിൽ 2 വർഷമായിട്ട് ഫോട്ടോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതുപോലെയുള്ള വിദേശികൾ നമുക്ക് വീണ്ടും വരട്ടെ അല്ലേ? തീർച്ചയായും ഒരാൾ വന്നിരുന്നു, പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. ആണോ? അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ സ്ഥലമൊക്കെ വാങ്ങി ഇവിടെ സെറ്റിലാണോ പുള്ളി? ഇല്ല, അങ്ങനെ മുമ്പിൽ അങ്ങനെ വരുമ്പോ ഇവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്യും. 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് ഓ, അങ്ങനെയാണല്ലേ? ഓക്കെ. അതിനൊരു കാര്യം പറഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞിന് ട്രെയിനിങ് കൊടുക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. മനോജേട്ടാ, നമ്മുടെ അദ്ദേഹം ട്രെയിനിങ് കൊടുക്കാൻ ഞാൻ അതിന്റെ ഒരു കഥ ചേട്ടൻ പറഞ്ഞത്. ഈ കുഞ്ഞിന് എന്ത് പറ്റിയതാണ്? കുഞ്ഞ് ചെറുപ്പം മുതലേ അത് ചെറിയൊരു അസ്വസ്ഥ ഉണ്ടായിരുന്നു കുട്ടി, വൈകല്യമായ ചെറുപ്പം മുതൽ. അപ്പം ഇവിടെ വന്നതിന് ശേഷം മൂപ്പര് അദ്ദേഹത്തിന്റെ പിതാവ് അഷ്റഫ് എന്ന ആള് കണ്ടിട്ട് അദ്ദേഹത്തെ സംസാരിച്ച് ഇങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാണ്. വന്നു കഴിഞ്ഞാൽ മൂപ്പർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യും. ഇവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മൂപ്പരെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ബെറ്റർമെന്റ് ഉണ്ടോ പുള്ളിക്ക്? ബെറ്റർമെന്റ് ഉണ്ടോ ഈ കുഞ്ഞിന്? ഇല്ല, അല്ല, ഐ മീൻ ബെറ്റർ ആവുന്നുണ്ടോ? കുറച്ചൊക്കെ മാറ്റം വരുന്നുണ്ടോ? ഈ കുഞ്ഞിന് അച്ഛൻ ഇവിടെ ഉണ്ടോ? ഇവിടെ അടുത്തുണ്ടോ? അറിയോ? അച്ഛൻ ഇപ്പൊ നടക്കാൻ പോയിരിക്കും. അച്ഛൻ നടക്കാൻ പോയിരിക്കാണല്ലേ? ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഈ പേര് ജെഫ്, റാൽഫ്. ഓക്കെ, റാൽഫ് അല്ലേ? അപ്പൊ റാൽഫ് ചെയ്യുന്ന കാര്യം വളരെ സന്തോഷകരമാണ്. കാരണം പുള്ളി ആ കുഞ്ഞിന് ഒരു ട്രീറ്റ്മെന്റ് പോലെ ഒരു മാനസിക ഉല്ലാസം കൊടുക്കുക, ബെറ്റർ ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. ആവശ്യമായിരുന്നു കൊച്ചി. ഇപ്പൊ ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. ആണ് ഇദ്ദേഹത്തിന്റെ ഇതിന് ശേഷം? ഇതിനു മുമ്പ് പുള്ളി ഭയങ്കര നടക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പുള്ളി കണ്ടിന്യൂ നല്ല ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ട്രീറ്റ്മെന്റിലാണ് അത് വന്നിരിക്കുന്നത്. അല്ല, ഇദ്ദേഹം പ്രൊഫഷണലി എന്താണ്?
ഒരു സ്പോർട്സ്മാനാണ്. ജർമ്മനിലെ ഒരു സ്വിമ്മിങ്ങും മറ്റുള്ള കാര്യങ്ങളുള്ള ഒരു അവിടുത്തെ ഒരു ട്രെയിനറാണ്. ട്രെയിനറാണ് അല്ലേ? ഇവിടെ ഒരു 3 വർഷത്തിന് മേലായി. പുള്ളിയുടെ ഒരുപാട് സ്പോൺസറിങ് ഉണ്ട്. ഞാൻ മൾട്ടി അതാണ് കവർ ചെയ്യാൻ പറ്റും. ഈ ജിമ്മൊക്കെ പുള്ളി സ്പോൺസർ ചെയ്താണ്? കുറച്ച് അകത്തുണ്ട് ഈ സാധനമൊക്കെ അല്ലേ? ഓക്കെ. അതിനകത്ത് ആ മൾട്ടി ഒന്ന് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് മൾട്ടി ജിമ്മിൽ അതിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പേ ഞാൻ ഈ ചേട്ടനെ ഒന്ന് തേടി നടക്കുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു പ്രാവിന്റെ ആ പ്രാവിന്റെ വിഷു ഒന്ന് കാണിക്കുവാണെങ്കിൽ ഈ ചേട്ടനെ കാണാൻ പറ്റും. മരത്തിന്റെ മുകളിലായിരുന്നു. പേരെന്താണ്? നൗഷാദ്. ഈ പട്ടത്തിന്റെ നൂല് കുരുങ്ങിയതാന്ന് തോന്നുന്നു അല്ലേ? ഒരുപാട് പ്രാവിടെ കുടുങ്ങാറുണ്ട് ഇതുപോലെ. അതിനൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്താറുണ്ട്. ഞങ്ങൾ മരത്തിന്റെ മുകളിൽ ചിലപ്പോൾ അഡ്വഞ്ചർ ആയിരിക്കും, അതിന്റെ മുകളിൽ കയറും, ചിലപ്പോൾ തോട്ടി വെച്ച് വലിച്ചിടും. പല രൂപത്തിലാകും. ഇതിപ്പോ കയറാൻ പറ്റാത്ത രീതിയിൽ കയറി അതിനെ രക്ഷപ്പെടുത്തി. ഞങ്ങള് രാവിലെ ഈ മോർണിംഗ് ഷോ തുടങ്ങാൻ വേണ്ടി മോർണിംഗ് വൈസ് ആരംഭിക്കാൻ വേണ്ടി നിന്ന സമയത്താണ് അവിടെ പ്രാവ് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞതും ഉടൻ തന്നെ ഒരു കോലും തോട്ടിയൊക്കെ ആയിട്ട് പുള്ളി ചാടി കയറുന്നുണ്ട്. ഞാൻ കേരള ലൈവ് തുടങ്ങിയില്ല, പക്ഷെ പ്രാവല്ലേ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ചേട്ടനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഞാൻ ഡ്രൈവറാണ്. എവിടെയാണ്? ഞാൻ പൊട്ടിച്ച് തന്നെ എല്ലാ ഭാഗത്തും പോകും. പിന്നെ ചെറിയ സ്ഥലത്തിന്റെ ഒക്കെ ചെറിയൊരു റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇതിന്റെ ഒരു ഭാരവാഹിയാണ് ഞാൻ. അയാൾ സെക്രട്ടറി, ഞാൻ ജോയിന്റ് സെക്രട്ടറി. പ്രസിഡന്റ് വന്നിട്ടില്ല. ഈ കുഞ്ഞിന്റെ അച്ഛൻ വരുവാണെങ്കിൽ കാണിച്ചു തരണേ. അച്ഛന് പോകാൻ നേരത്ത് വരും. പുള്ളി അവിടെ കൊണ്ട് നല്ലതാണ്. പുള്ളി വന്നതിന് പുള്ളിക്ക് ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ രാവിലെ വല്ല എൻജോയ് ചെയ്യാം. ഞായറാഴ്ച സോങ്ങാണ്. ഞായറാഴ്ച വന്ന് നല്ലൊരു കവർ ചെയ്യാം. ഞായറാഴ്ച ഉള്ളിൽ ഗാനമേളയോ? സോങ്ങാണ്. ആർക്കും പാടാം. ഓഹോ, അപ്പൊ ആളുകൾ അതിനുവേണ്ടി പാടാൻ വരുമോ? ആണ്. നല്ല ലൈവായിട്ട് എടുക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പൊ ഈ ബീച്ചിന്റെ പരിസരം, ഈ കൊൽക്കുത്തി ബീച്ചിന്റെ തൊട്ട് ചേർന്നാണ് ഈ ബീച്ച് ഹെൽത്ത് ക്ലബ് ഉള്ളത്. ബീച്ച് ഹെൽത്ത് ക്ലബിൽ ഇതുപോലുള്ള ഫിറ്റ്നസ് മെയിൻ്റെനൻസ് മാത്രമല്ല, അതിലൊരു സംഗീതവും എല്ലാം ഉണ്ടല്ലേ? അപ്പൊ എത്ര പേരുണ്ട് ഈ ഹെൽത്ത് ക്ലബിന്റെ ഭാഗമായിട്ട്? സ്വിമ്മിംഗ് എവിടെ? സ്വിമ്മിങ്ങിന്റെ ഒരാളെ നമ്മളെ എവിടെ സ്വിമ്മിങ്? ഇല്ല, ഇവിടെ തന്നെ വില്യംസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് ഞങ്ങളൊരു മെയിൻ മെമ്പറാണ്. പുള്ളിയുടെ വേൾഡിലൊക്കെ അവാർഡ് കിട്ടിയാണ്. ഗോൾഡ് മെഡൽ കിട്ടിയാണ്. പുള്ളി സ്വിമ്മിങ്ങിന്റെ ആളാണ്. ഞങ്ങളെ ക്ലബിൽ പ്രതിനിധിയാണ് പുള്ളി. ഇവിടെ അതേ ഇടയ്ക്ക് കയാക്കിംഗ് ഒക്കെ ഉണ്ട് അവിടെ. അതും ഇവിടെ മൊത്തത്തിലുണ്ട്. കളരിയുണ്ടോ? ചേട്ടൻ കളരിയാണോ? ഇല്ലല്ല, അതിന്റെ ആളുകൾ എത്തിയിട്ടില്ല. ഓക്കെ. ഇതിനകത്ത് എന്താ സംഭവം ഒന്ന് നോക്കിയല്ലോ. അതായത് ഈ നമ്മുടെ റാഫാണ് കുറെയൊക്കെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട് അല്ലേ ചേട്ടാ? ഒന്ന് ഇത് റാഫ് സ്പോൺസർ ചെയ്താണോ? ഓക്കെ. പാട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇത് റാഫിന്റെ സ്പോൺസറിംഗിലാണ് ഇത് നടക്കുന്നത് അല്ലേ? അപ്പോ എന്തായാലും ഇതുപോലുള്ള ആൾക്കാരെ വിദേശികൾ വന്ന് പണ്ട് നമ്മൾ വിദേശികൾ ഓടിച്ചതാണ്. അവരെ ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വാന്ന് വിളിച്ചോണ്ടിരിക്കും. ഈ ഫോട്ടോ വെച്ചുകാർക്ക് വിദേശികൾ എങ്ങനെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ല അവർക്ക്. കളരി എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ആളുകൾ എത്തിയിട്ടില്ല. അത് ചിലപ്പോ ഞായറാഴ്ച ആകാം. ബോക്സിംഗ് എല്ലാം ഉണ്ട്. ഒന്നും ഇല്ലാത്തതില്ല. ഗായകന്മാരുണ്ട്. കുഴപ്പമില്ല. ഞായറാഴ്ച ഞായറാഴ്ചയാണ് സജീവം. ഇതൊക്കെ പാടുന്നവരാ. പാടുന്നതാണോ? പാട്ടുകാരനാണ്. ഒരുവിധം പാടും. അതായത് ഈ ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫിറ്റ്നസ് മെയിൻ്റെനൻസ് മാത്രമല്ല, പാട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ചെറിയൊരു പാട്ടൊക്കെ മടിച്ചേക്കാറ് വാ വിളിക്കങ്ങട്. രാവിലെ ത്രോട്ടൊന്നും ശരിയല്ല. അത് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോ എന്താണെങ്കിലും നമുക്ക് നടക്കാം. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഈ ഞങ്ങളെ ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം സംഗീതമൊക്കെ ഉണ്ടെന്ന് കേട്ടു. ഇതിൽ വേറെ ആരൊക്കെ പാട്ട് പാടുന്ന ആൾക്കാര്? പാട്ട് പാടുന്നുണ്ട്. എല്ലാരും പാടുന്ന ആളാണ്. എല്ലാരും പാട്ട് രാവിലെ തൊണ്ട ശരിയല്ലാത്തോണ്ടിട്ടേ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും അവര് ഒഴിവ് പറഞ്ഞത്. ഇതൊക്കെ പാടണം കൂടുതലാണ്. ഇതും പാട്ട് പറഞ്ഞാണോ? എന്നാ അടുത്ത് വെക്ക്. നമുക്ക് ചെറിയൊരു സംഗീതം രാവിലെ ഞായറാഴ്ച കവിതയും പാട്ടൊക്കെ നമുക്ക് സെറ്റാക്കാം. ഒരു പ്രശ്നമില്ല. ഞായറാഴ്ച നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആവും. അങ്ങനെ ഞായറാഴ്ച പറയണായിരുന്നു അല്ലേ? വെള്ളിയാഴ്ച നമുക്ക് ഞായറാഴ്ച ആക്കാം. ഇന്ന് ഞായറാഴ്ച വരാം. നമുക്ക് തൽക്കാലം ഇപ്പൊ ലൈവ് പോവാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കുഞ്ഞു പാട്ട്. പേരെന്തായിരുന്നു? ഹാരിസ് ചേട്ടന്റെ പാട്ട് എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇപ്പൊ തന്നെ പാടണം. ഉറപ്പായിട്ടും തരും. ചാൻസ് എല്ലാവർക്കും കിട്ടും. ഏത് പാട്ട് പാടുന്നുള്ള ഇഷ്ടമുള്ള ഏറ്റവും ഫേവറേറ്റ് ഞാൻ പാടിയിട്ട് ഏറ്റവും ഗംഭീരമാണെന്ന് തോന്നിയ പാട്ട്
ഒന്നും അത് ഒട്ടും ശരിയാണല്ലോ ഒന്നും. ഞാൻ പാടാല്ല, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു രണ്ടുപേരും ഇവിടെ പാട്ടിന് വേണ്ടി അടിയാണ്. പാട്ട് ഞാൻ പാടാം. ഓക്കെ. अपनी आँखों में बसाकर कोई इकरार करूं, अपनी आँखों में बसाकर कोई इकरार करूं, जी में आता है कि जी भर के तुझे प्यार करूं. ഓക്കെ, താങ്ക് യു. ആ, അടിപൊളി, കൊള്ളാം. ഈ രാവിലെ ശബ്ദം ശരിയായിട്ടാന്നൊക്കെ പറഞ്ഞ നമ്പറാണ്, കുഴപ്പമൊന്നുമില്ല, സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇതേ കവിത പറഞ്ഞു. എന്താ ചെയ്യുന്ന ആള് ബേസിക്കലി? ഞാൻ KCB-ലായിരുന്നു, റിട്ടയർഡ് ആയി 2 കൊല്ലമായിട്ട്. റിട്ടയർ ആയെന്ന് കണ്ടാ പറയില്ലല്ലോ. അതെല്ലാരും അങ്ങനെയാ പറയണത്. ചെറുപ്പക്കാരൻ മഴയത്ത് ഇറങ്ങാറില്ല പൊതുവെ. ആണോ? അതെന്താ കാര്യം തന്നെയാവും. റിട്ടയർഡ് ആയപ്പോ നമ്മള് പുകഴ്ത്തി പറയല്ല, എന്നാ 31st റിട്ടയർഡ് എന്നൊന്നും എല്ലാരും നോണ പറയല്ല. ഈ സാറ് ഭയങ്കരമായിരുന്നു, ഇന്നലെ അങ്ങോട്ട് ചെല്ലേണ്ട ആവശ്യമുള്ള എല്ലാ പണിയും ചെയ്തു തരും എന്നൊക്കെ പറയില്ലേ. അന്ന് എല്ലാവരും സത്യം പറഞ്ഞത് ഇത്ര ചെറുപ്പത്തില് റിട്ടയർഡായ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് തന്നെ ചേട്ടൻ തന്നെ പറഞ്ഞു, അന്ന് പറയുന്ന മുഴുവൻ കള്ളാണ്. അല്ല, അത് ഇത് മാത്രമേ നേരുള്ളൂ. നിങ്ങളും അറിയാണ്ട് പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പൊ എന്തായാലും ഇനി മറ്റേ ചേട്ടന്റെ പേര്? എന്റെ പേര് ഇക്ബാൽ. ഇക്ബാലായിട്ട് കവിത ചൊല്ലണം എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, രാവിലെ നല്ലൊരു കവിത ഞങ്ങൾ ആസ്വദിക്കാം. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാള്, പൂങ്കുയിലേ പെണ്ണാള്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാള്, പൂങ്കുയിലേ പെണ്ണാള്, പൂങ്കുയിലേ പെണ്ണാള്. ഇത് ആരെഴുതി കവിതയാന്ന് പറഞ്ഞ? ഞാൻ പ്രതീക്ഷിക്കുന്നത് വള്ളത്തോളിന്റെ കുമാരനാശാന്റെ ഒക്കെ ഒരു കവിതയാണ്. അടിപൊളി, എനിക്കതുകൊണ്ട് വേണം. ഇനി ഓർമ്മ കിട്ടുമോ? വള്ളത്തോൾ കുമാരനാശാൻ ശിഷ്യനാണ്. ആണോ? ശിഷ്യനാണ്. അവര് ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അല്ലേ? വേറെ എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു. ഉറപ്പായിട്ടും നന്നായിരുന്നു, ഗംഭീരായിരുന്നു. അത് മതി. ഈ ബേസിക്കലി നമ്മളൊരു പോസിറ്റീവ് വൈബ് തേടി ഇറങ്ങുന്നത്. തീർച്ചയായും ചേട്ടൻ ആ പോസിറ്റിവിറ്റി നമുക്ക് രാവിലെ തന്നു. തീർച്ചയായും എനിക്ക് അത്രയും സന്തോഷം മതി. അത് മതി. പേര്? പേരെന്റെ പേര് ഇക്ബാൽ. എന്താ ചെയ്യുന്ന? ഞാൻ മീൻ കച്ചവടമാണ്. പിന്നെ അതുകൂടാണ്ട് ഇക്ബാലിന്റെ സമയത്ത് ഫ്രഷ് മീൻ കിട്ടുമോ? തീർച്ചയായും കിട്ടും. തീർച്ചയായും ഐസിടാത്ത ഫ്രഷ് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. ഉറപ്പാണ്? ഉറപ്പ്. അപ്പൊ പാട്ട് പാടിച്ചോണ്ട് എനിക്ക് 1.5 കിലോ വീട്ടിലേക്ക്. അപ്പൊ ഒരു പാട്ട് കൂടി ഉണ്ടാവോ? ഇനി പാടിയ എന്നെ ആളുകൾ അടിച്ചോണ്ടി. തോന്നില്ല, എല്ലാരും കൈകൊട്ടി കണ്ടില്ലേ? നന്നായിട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ ഞാൻ പാടില്ല, എല്ലാവർക്കും അറിയാലോ. പാടിയ ഒരു ഡ്യൂള്ളൂ. ഞാൻ പാടും. എനിക്കൊരു ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ ഭാഗമായിട്ട് കുറെ പാട്ടുണ്ട്. ഇന്ന് വിളിച്ച് പറഞ്ഞു പാട്ടുകാർ ഒരുപാടുണ്ട്. അപ്പൊ സെക്രട്ടറി ഒരു മിനിറ്റ്. അപ്പൊ ഈ ഞായറാഴ്ച ദിവസങ്ങൾ സംഗീതാത്മകമാണ്, ബാക്കിയുള്ള ദിവസങ്ങൾ ഇതുപോലെ വ്യായാമ മുറകളൊക്കെ ആയിട്ട് എല്ലാവരും സജീവം അല്ലേ? അതെ. ഞായറാഴ്ച ഇവിടെ കരോക്കെ ഉണ്ട്. എക്സസൈസ് ഒന്നും ഇല്ലേ? എല്ലാം രണ്ടും കൂടി നടക്കും. വർക്കൗട്ട് ഇല്ല. അപ്പൊ ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇവിടെ ബീച്ചിൽ വരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാട്ട്. വൈകുന്നേരം ഉണ്ടോ? വൈകുന്നേരം ഇല്ല, രാവിലെ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ഫുൾ റഷ് ആയിരിക്കും അല്ലേ? കാർ പാർക്കിംഗ്. അതെ. ഇവിടെ പാർക്കിംഗ്. അപ്പൊ രാവിലെ ഒരു 9:30 ആണല്ലേ? മറ്റൊരു ഇവിടുത്തെ ഞായറാഴ്ചത്തെ പ്രഭാതം ആസ്വദിക്കണമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ഞായറാഴ്ചത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഗായകനാണെന്നാണ് പറയുന്നത്. ബീച്ചിലത്തെ പേരെന്താണ് ചേട്ടാ? ഇക്ബാൽമാരൊക്കെ പാട്ടുകാരാണോ? ഞാന് ഇവിടെ നടക്കാൻ വരും, ഞായറാഴ്ചകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോ ഇവിടെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കണല്ലോ എല്ലാവരും ഇവിടുത്തെ ഇവര്. അപ്പൊ നമുക്കൊരു ചാൻസ് വരും, ബുക്കുണ്ട്, അതിൽ പേര് എഴുതി എടുക്കുക, എന്നിട്ട് അതില് ആ ചാൻസ് അനുസരിച്ചിട്ട് എല്ലാവർക്കും പാടാനുള്ള അവസരം. ക്യൂ ഒക്കെ ഉണ്ടോ പാട്ട് പാടാൻ? ക്യൂ എന്ന് പറഞ്ഞാല് എല്ലാരും വരുമ്പോ ഒന്നിച്ചു വരുമല്ലോ, 15 പേരുണ്ടാവും. 15 പേരുണ്ടാവും. അപ്പൊ നമ്മളൊരു ബുക്കുണ്ട്, അതിൽ പേര് എഴുതുക. അപ്പൊ എന്റെ ഒരു ഇക്ബാൽ എന്ന് എഴുതി കഴിഞ്ഞാല് എന്റെ ആ ചാൻസ് വരുമ്പോഴത്തേക്കും എനിക്ക് പാടാൻ പറ്റും. അതിന്റെ പുറകെ ആൾക്കാർ എഴുതി കഴിയുമ്പോഴത്തേക്കും അവർക്കും പാടാൻ പറ്റും. ആണല്ലേ? എന്നാ ഇന്ന് ബുക്കൊന്നും വേണ്ട, ഞാൻ ആദ്യം തന്നെ പാടാൻ അവസരം. അതല്ല, ആദ്യം ആ ഇക്ബാലേട്ടൻ കൊണ്ടുപോയി, സെക്കൻഡ് ഇക്ബാൽ ഒരു പാട്ട് പാടാവോ ഞങ്ങൾക്ക് വേണ്ടി? പാട്ട് 4 വരി അല്ലേ? 4, 8, 10, 12 കുഴപ്പമില്ല. किसी की मुस्कुराहटों पे वो निसार, किसी को दर्द मिल सके तो ले उधार, किसी की वास्ते हो तेरे दिल में प्यार, जीना इसी का नाम है
किसी को मुस्कुराहटों पे वो निसार, किसी को दर्द मिल सके तो ले उधार, किसी की वास्ते हो तेरे दिल में प्यार, जीना इसी का नाम है. ഇത് രാജ് കപൂറിന്റെ ഒരു കേട്ടിട്ടുണ്ട് ഒരുപാട് വലിയ ഹിറ്റുള്ള പാട്ടല്ലേ അതൊരു പക്ഷേ ഒരു തലമുറേന്റെ ഭയങ്കര ആസ്വാദനമുള്ള ഒരു പാട്ടായിരുന്നല്ലേ ഇനി പഴയ പാട്ടാണ്. ഇത് പോരാ ഇത് കേട്ടപ്പോ വീണ്ടും ഞാനിങ്ങനെ മറ്റു കാഴ്ചയിലേക്ക് ബീച്ച് വഴി നടന്ന് വാക്ക് വഴി അങ്ങനെ കറങ്ങണം വിചാരിച്ച എനിക്ക് മിക്കവാറും ബീച്ച് ഇവിടെ തന്നെ നിൽക്കും തോന്നുന്നു ഞാൻ. മുകേഷിന്റെയും പാട്ടുണ്ട്. അത് ഏതാ ഇദ്ദേഹം നമ്മുടെ വെസ്റ്റ് കൊച്ചി സിംഗേഴ്സ് ഗ്രൂപ്പിന്റെ അഡ്മിൻ കൂടി ട്രഷറും കൂടിയാണ്. ആണോ? ഓക്കെ ഒരു സംഗീത സംഘത്തിന്റെ പ്രധാനിയാണല്ലേ? അപ്പൊ ഒരു മുകേഷിന്റെ ഒരു പാട്ട് പാടാം. ഇതാണ് പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് 4 വരിയിൽ എത്ര വന്നില്ല, കുറച്ചുകൂടി പോവാം. जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ. जीना यहाँ मरना यहाँ, इसके सिवा जाना कहाँ. जी चाहे जब हमको आवाज दो, हम है यहीं, हम ते जहां, अपनी यहीं दोनों जहां, इसके सिवा जाना कहाँ. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആസ്വദിക്കാൻ പറ്റുന്ന അത്തരം സെലക്ഷൻ കൂടിയാണ്, പാട്ട് സെലക്ഷൻ. അത് സോങ് സെലക്ഷൻ ഗംഭീരം. മോർണിംഗിൽ പറ്റിയ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. ദുബായിലെ ആർഫാസ് കേട്ടണം. ആർഫാസിന്റെ ഫാദറാണ്. ആർജയാണ്. ഓക്കെ നൈല മിഥുനൊക്കെ ഹിറ്റ് എഫ് എം അല്ലേ? ശരി. ഓക്കെ നൈസ്. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ലൈവ് മോർണിംഗ് ഷോ ആയിട്ട് മോർണിംഗ് വൈബായിട്ട് ഇറങ്ങിയതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. അപ്പോ ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. കാരണം ഒരുപാട് പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സംസാരങ്ങൾ, അവരുടെ കൊച്ചു വർത്തമാനങ്ങൾ, പിന്നെ സംഗീതം, അതിനൊപ്പം തന്നെ വർക്കൗട്ട് ഒക്കെ ആയിട്ട് നിങ്ങൾ രാവിലെ പോസിറ്റീവായിട്ട് ആരംഭിക്കും അല്ലേ? 1 പോസിറ്റീവാണ്. 6 മണിക്ക് സ്റ്റാർട്ട്. എന്നെ ഒന്ന് പുകഴ്ത്തിയേക്കാൻ ഇടയ്ക്ക് ചെവിയിൽ വന്നിട്ട് ഇക്ബാലൻ ഇതിക്കുള്ള എന്ത് പുകഴ്ത്തായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു. അതുപോലെ നമ്മുടെ റാഫ് ചേട്ടൻ അടുത്ത പുള്ളി എങ്ങോട്ട് പോവാണ്? അടുത്ത് 6 മണിക്ക് വന്നിട്ട് അവിടെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് പോകും. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഗാർബേജ് ആണ്. ഞാൻ അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പുള്ളി തിരക്കിലാണെന്ന് പറഞ്ഞു. റാഫ്, are you free now? Just a few minutes. Good morning, Fort Kochi. Good morning, Kerala. Kerala, yeah. Okay. റാഫിന് എനിക്ക് ഇങ്ങനെ നോക്കണം, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. അതെ. So റാഫ്, how long you have been here in Kerala? About 2 months. So can we just walk to over there? Yeah, a few steps. Yeah. Okay. So why you are basing in Fort Kochi? Yeah, I'm here in Germany. It's so cold, and here's a very nice weather for me, and I relax it on this weather. It's very amazing. My friends from the Beach Hills Club, yeah, and I like Fort Kochi. It's so nice architecture when you see. It's amazing. So what's your profession there in Germany? I quit my job. I was a sports teacher and working as a lifeguard. Okay, in lifeguard Germany, and sports teacher. Yes. Okay, so you gave this idea of this beach health club? Yes, I like it. I like it so much. I'm here for my first time, for my first night. I have. We are hero. Oh, they say you're the hero. I have so much pain here. Cannot sleep for my first night in Kerala, and I think I'm going on the beach and go walking away, and then I see what happens here. And I like it. Okay. So today morning when I came here, I saw you people were cleaning all the waste from the beach front. So you're doing this daily? Yes. Okay. Daily a little bit. Yes. So what can we do? What do you think about this beach, and how can we improve this? I think also the Indian people must do it, looking for more waste, not wasting on the beach, not wasting here. Dispose them in the proper places. I see so often the people going on a waster, and 2 meters away they do it. Yeah. They don't thinking about.
I don't know why it is. I hope anyone, there come a new generation in Germany like the Friday Childs, and I hope a new generation looking for cleaning. Okay. Yeah. ഈ ആൾക്കാർ പുതിയ ജനറേഷൻ മുപ്പിൽ മാതൃകയാണ്. Yeah, yes, exactly. All people must do a little bit more. Okay. Little bit more. Yeah. And I think India is so incredible, so colorful. So much people would more come to India if it's more clean. You are now a rich country, but you are the richest country of the world if it's clean. Yeah, yes, yeah. so much people coming. Okay. Your culture is unbelievable, so colorful. Yeah, I love it. Okay. Thank you so much, Raf. Thank you so much, sir. Keep going. Please keep supporting them. മൂപ്പര് ഫാദറാണ് വന്നത്. അദ്ദേഹം നമ്മുടെ മോന്റെ പേര് പറഞ്ഞല്ലേ? എന്താണെങ്കിലും പുള്ളി സംസാരിക്കുമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്നാലും അദ്ദേഹത്തോടൊന്ന് ചോദിക്കൂ. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ഇപ്പോൾ റാഫ് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട. ഈ റാഫ് പറയുന്നത് ഇവിടെ ഈ രാജ്യം ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാഷ്ട്രമായി മാറും. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അദ്ദേഹം കാണുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷേ അത് എത്രത്തോളം നമ്മളെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്താണേലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് നമ്മുടെ കുഞ്ഞുമോനെ റാഫ് ട്രെയിൻ ചെയ്യുന്ന കണ്ടു. റാഫ് പേര് അഷ്റഫ്. മോനെ എന്തായിരുന്നു പറ്റിയത്? ആണല്ലേ? ഇപ്പൊ ഈ റാഫ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? അങ്ങോട്ട് നടക്കാം. ഓക്കെ, അഷ്റഫ് അച്ഛൻ എന്താ ചെയ്യുന്നത്? ഇതിപ്പോ വേറെ ചെയ്യുന്നില്ല, ഇവിടെ രാവിലെ വരെ ഇവിടുന്ന്. അല്ല ബിസിനസ് ആണല്ലേ? അപ്പൊ ഈ റാഫ് ഇത് ചെയ്തു തുടങ്ങിയ ശേഷം വ്യത്യാസമുണ്ടോ? കാര്യം വലിയ കാര്യം മാറ്റമുണ്ട്. അത് എത്ര നാളായപ്പോ ചെയ്യുന്നു? 3 കൊല്ലം കഴിഞ്ഞല്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് തന്നെ. അപ്പോ ഇവന് സംസാരം കുറെ ബെറ്ററായി. സംസാരിക്കാനും പിന്നെ ഇങ്ങനെ വെള്ളം പോലെയൊക്കെ വരുമായിരുന്നു. അതൊക്കെ മാറി, നടക്കാനൊക്കെ ഇതായി. സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യും. ഓട്ടിസ്റ്റിക് ആണ്. ഓക്കെ. അപ്പം ഇവന് ഇഷ്ടമാണോ രാവിലെ വരുന്നതൊക്കെ? ഇഷ്ടമാണോ? അവനാണ് ഇൻട്രസ്റ്റ് എടുക്കണം. ആണോ? റാഫിന്റെ അടുത്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്യാൻ ഇഷ്ടമാണ്. പുള്ളി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വരും. പുള്ളി ഉള്ളപ്പോൾ പ്രത്യേകിച്ച് ഞാനിപ്പോ പുള്ളി അവനോട് ചോദിച്ചാൽ അവൻ സംസാരിക്കുമോ? സംസാരിക്കും. ഒന്ന് വന്നേ. വാപ്പ വന്നിട്ട് സംസാരിക്കും. ഈ റാഫിന്റെ മറ്റൊരു സന്തോഷമുള്ള കാര്യമാണ്. യുവർ ഫ്രണ്ട്? എനിക്ക് ദൈവം വിട്ട ഡോക്ടറാണ്. ദൈവം വിട്ട ഡോക്ടറാണ്. You know Malayalam? You can understand? No, he's saying you are the doctor sent by the God himself. വേറെ ആരും എന്നെ ഇങ്ങനെ ചെയ്തിട്ടില്ല. വേറെ ആരും നല്ല ടീമിന്റെ ചെയ്യുന്നുണ്ട്. താങ്ക് യു. എന്താണെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ ട്രെയിനിങ് നടക്കട്ടെ. നമ്മൾ അതിൽ തടസ്സപ്പെടുത്തേണ്ട. അത് മോൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. അവന് ഇഷ്ടമാണ്. അല്ല, ചിരിച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത്. 3 കൊല്ലമായിട്ട് ഈ ട്രെയിനിങ് തുടരുന്നുണ്ടല്ലേ? 2 മാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇദ്ദേഹം 2 മാസം കഴിയുമ്പോൾ പോകും, എന്നിട്ട് തിരിച്ചു വരും. ഓക്കെ, അപ്പൊ ആ സമയത്ത് വീണ്ടും തുടരും. ഓക്കെ, എപ്പോഴും മെസ്സേജ് ഒക്കെ പാസ് ചെയ്യും ഡെയിലി. അപ്പൊ ഫോണിൽ ടെക്സ്റ്റ് ഒക്കെ ചെയ്തോളൂ. പിന്നെ അവനോട് പറയാനുണ്ട് ഡെയിലി ട്രീറ്റ്മെന്റ് ചെയ്യാൻ, വീട്ടിൽ നിന്നിട്ടും ഇവിടെ വന്നിട്ടും. പിന്നെ കുറെ ദിവസമൊക്കെ വരും, കുറെ ദിവസം മടി ഉണ്ടാവും. എല്ലാ വർഷവും വരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ ബീച്ചൊക്കെ ക്ലീൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ പുള്ളിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് നേരെ ബീച്ചിലേക്ക് ഇറങ്ങും. ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ച് ക്ലീൻ ഒക്കെ ചെയ്യും. പുള്ളി അത് ഒറ്റക്ക് തന്നെയാണ് ചെയ്യല്ലേ? അതെ, നമ്മളത് തത്സമയം ലൈവ് പോയിക്കൊണ്ടിരിക്കുക. യൂട്യൂബിൽ കണ്ടോ? ലൈവാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡോണ്ട് വറി. അപ്പൊ എന്തായാലും ബീച്ച് ഹെൽത്ത് ക്ലബ് ടീമിനെ എല്ലാവർക്കും സന്തോഷം. ഞങ്ങളെന്നാ പയ്യെ അങ്ങോട്ട് നടന്നോട്ടെ. സെക്രട്ടറി ഒക്കെ പരിചയപ്പെട്ടു, എല്ലാരെയും പരിചയപ്പെട്ടു. മറ്റൊരു ഗായകനെ കൂടി എത്തിച്ചു. എനിക്ക് വേണ്ടി ഇവർ ഇന്ന് ബീച്ച് ഹെൽത്ത് വിടൂല്ല. മാഹിൻ ചേട്ടനെ എവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന്? ഡെയിലി വന്നതാണ്. ഞായറാഴ്ചത്തെ പ്രധാന ഗായകനാണോ?
അങ്ങനെയൊന്നുമില്ല, എല്ലാരും പാട്ട് എല്ലാം പോകുന്നതാണ്. ഞങ്ങൾ ആദ്യം ഇപ്പോ 2 ഇക്ബാൽമാരുടെ പാട്ട് കേട്ടു. കേട്ടു. കവിത എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി എഴുതിയ കവിത പാടി. അപ്പൊ മാഹിൻ ചേട്ടന്റെ മാസ്റ്റർ പീസ് എന്താണ്? എല്ലാ പാട്ടും പാടും, എല്ലാം ഹിന്ദി മലയാളം. ഫേവറേറ്റ് മാസ്റ്റർ പീസ്? മാസ്റ്റർ പീസ് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മാസ്റ്റർ പീസ് എന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം നല്ല പാട്ടുകളാണ്. എന്നാ ഓക്കെ, എന്നാ ഇഷ്ടമുള്ളത് അത് ഇഷ്ടമുള്ളത് നല്ലൊരു രസം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും. തുള്ളണ പാട്ടല്ലേ ഇത്? വേണ്ട, മനസ്സ് തുള്ളിക്കോളും. ചിരാഗ് ദിൽ കാ ജലാവോ बहुत अंधेरा है, चिराग दिल का जलावो बहुत अंधेरा है, कहीं से लौट के आओ बहुत अंधेरा है, चिराग दिल का जलावो बहुत अंधेरा है. ഞായറാഴ്ച വന്ന കേൾക്കാം. ഞായറാഴ്ച വന്നാൽ കേൾക്കാം. ഞാൻ എന്തായാലും വരുന്നില്ല, ഉറപ്പായിട്ട് ഞായറാഴ്ച വരും. ഞാൻ ഇതൊന്നും അറിയാണ്ട് അപ്രതീക്ഷിതമായി വന്നപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ഒരു സംഗീത സദസ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞു തന്നെ. അപ്പൊ എന്തായാലും ബീച്ച് വെൽക്കം. താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം ലൈവ് ചേർന്നതിന്. താങ്ക് യു സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, പാട്ടുകാർക്ക്, ഇക്ബാലൊക്കെ താങ്ക് യു. 2 ഇക്ബാൽമാർക്ക്. പിന്നെയാണ് ഇത് ഇപ്പൊ ലൈവ് നടന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹീസ് ഗുഡ് എന്ന് പറഞ്ഞു. ആര്? ഞാൻ ഗുഡാന്നാണ്. ആരാ മോനാണ് പറഞ്ഞത്? സായിപ്പ് പറഞ്ഞോ? അയ്യോ, സായിപ്പിനോട് ജർമ്മൻ വിസ ചോദിച്ചു നോക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പൊ നമ്മൾ എന്തായാലും ബീച്ച് ഹെൽത്ത് ക്ലബിൽ നിന്ന് പയ്യെ നമ്മളിനി ബീച്ചിലേക്ക് നടക്കുക കേട്ടോ. ബീച്ചില് അവിടെ നമുക്ക് കാണാം നിരവധിയായിട്ടുള്ള ആളുകൾ. ഒരു ചേട്ടൻ വലയൊക്കെ ആയിട്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട് രാവിലെ തന്നെ. ഓക്കെ, നമ്മളെന്തായാലും ബീച്ചിലെ കാഴ്ചകളിലേക്കൊക്കെ എത്താം. നമുക്ക് അതിനു മുമ്പ് ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോകണം, ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. വളരെ തിരിച്ചെത്താം. ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളാണ് നമുക്ക് കാണാം. അവിടെ വഞ്ചിയിൽ അവിടെ വല വലിക്കുന്നുണ്ട്. ഒരു ചേട്ടൻ ഇപ്പോൾ വെള്ളത്തിലേക്ക് വലയുമായിട്ടാണ് ഇറങ്ങി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാഴ്ചകൾ അവിടെ ഒരുപാട് പേര് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവരോടൊക്കെ കാഴ്ചകൾ ചോദിക്കണം. ഇനി വലിയ വലിയ കപ്പലുകളും കണ്ടെയ്നറൊക്കെ ഇതിക്കടെ ഇങ്ങനെ ചേർന്ന് പോകുന്നത് കാണാം. അപ്പോൾ ഈ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ തിരിച്ചെത്താം. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. മോർണിംഗ് മിക്സ് വേഗം തിരിച്ചെത്തും. ഇടവേള.